പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചു. പാർലമെന്റിന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുതെന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഖഫ് ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പാസാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. അതേസമയം അദാനി വിഷയം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് PR സുനിൽ ചേരുന്നു. PR സുനിൽ, തുടക്കത്തിൽ തന്നെ ബഹളമയമാണ്. ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം പദ്ധതിയിടുന്നത്? ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെ? സുജയ, ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാവിലെ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയായിരുന്നു ലോക്സഭാ നടപടികൾ തുടങ്ങിയത്. ഏതായാലും അനുശോചന പ്രമേയത്തിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടമായി എഴുന്നേറ്റ് അദാനി വിഷയം ഉയർത്തുകയായിരുന്നു. അദാനി വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ബഹളം പ്രതിപക്ഷം ഉയർത്തിയതോടെയാണ് ഇപ്പോൾ ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ ഇപ്പോൾ അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയുള്ള പ്രമേയം അവിടെ രാജ്യസഭാ ചെയർമാൻ വായിക്കുകയാണ്. സീതാറാം യെച്ചൂരിയുടെ ഇടപെടലുകൾ എന്നും ആദരവോടുകൂടി ഈ സഭ ഓർക്കും എന്നാണ് രാജ്യസഭ അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അദാനി വിഷയം തന്നെയാണ് ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. രാജ്യസഭ ഇന്നത്തേക്ക് ഈ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം പിരിയാനാണ് സാധ്യത. 12 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ സ്പീക്കറുടെ നിലപാട് എന്തായിരിക്കുമെന്നത് പ്രതിപക്ഷം പരിശോധിക്കും. അതിനുശേഷം ശക്തമായ പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അദാനിയിൽ ചർച്ച എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിലപാട്. ഏതായാലും അതിന് സർക്കാർ തയ്യാറായില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം വരും മണിക്കൂറുകളിലും വരും ദിവസവും ഉയർത്തി പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ, അമേരിക്കൻ കോടതിയുടെ അറസ്റ്റ് വാറണ്ട്, ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയെന്ന വിഷയം, ഇതൊക്കെ വളരെ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ KC വേണുഗോപാലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖാർഗെയും നോട്ടീസ് നൽകിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഒന്നാം നിരയിൽ നിൽക്കുന്ന നേതാക്കൾ തന്നെ ഇരു സഭകളിലും നോട്ടീസ് നൽകിക്കൊണ്ട് ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയവും ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. പ്രതിപക്ഷം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. സാധാരണ പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ പ്രധാനമന്ത്രി സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് വളരെ ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ ജനം തള്ളിയതാണ്. നാളെ ഭരണഘടനാ ദിനമാണ്. ഭരണഘടനാ ദിനത്തിൽ വളരെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ദിനമാണ്. പക്ഷേ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന നീക്കമാണ് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രതിപക്ഷം ജനങ്ങളുടെ താല്പര്യമല്ല, ജനങ്ങളുടെ സ്വപ്നങ്ങളല്ല, ജനങ്ങളുടെ പ്രതീക്ഷയല്ല പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റിന്റെ വിലപ്പെട്ട സമയം പാഴാക്കുന്ന നടപടികളിലേക്ക് പ്രതിപക്ഷം നീങ്ങരുത് എന്നാണ് പ്രധാനമന്ത്രി രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആവശ്യപ്പെട്ടത്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ അദാനി വിഷയം ഉയർത്തിക്കൊണ്ട് വളരെ ശക്തമായ നീക്കം പാർലമെന്റിൽ നടത്തുകയാണ്. ഏതായാലും ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവച്ചിരിക്കുന്നു. രാജ്യസഭ ഈ അനുശോചനം അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം പിരിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തേക്ക് നാളെ രാജ്യസഭ വീണ്ടും സമ്മേളിക്കുമ്പോൾ തീർച്ചയായും അദാനി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രാജ്യസഭയിലും ഉയർത്തും. PR സുനിൽ, ഇപ്പോൾ ഈ സഭാ സമ്മേളനത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും, അല്ലെങ്കിൽ ഏതൊക്കെ ബില്ലുകൾ ചർച്ചയ്ക്ക് കൊണ്ടുവരും, അതേക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയായിട്ടുണ്ടോ? സുജയ, ഏതായാലും സുപ്രധാനമായ 15ഓളം ബില്ലുകളാണ് ഈ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ബില്ല് എന്നത് വഖഫ് ബില്ല് തന്നെയാണ്. നമുക്കറിയാം, വലിയ വിവാദമായ വഖഫ് ബില്ല് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുൻപാകെയാണ്. നേരത്തെ ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ശക്തമായി എതിർക്കുകയും ഇത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുൻപാകെയാണ് ഈ വഖഫ് ബില്ല് ഉള്ളത്. ഏതായാലും ഈ സമ്മേളനത്തിൽ ഈ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വരാനിരിക്കെ ഏതായാലും ഇപ്പോൾ ഈ സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ സംയുക്ത പാർലമെന്ററി സമിതിയുടെ കഴിഞ്ഞ സിറ്റിംഗുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് JPCക്ക് മുൻപാകെ ഉയർത്തിയത്. വലിയ നാടകീയ കാഴ്ചകൾ കൂടി ഈ JPC സിറ്റിംഗിനിടെ ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് MP ഗ്ലാസ് എടുത്ത് ടേബിളിന് മുകളിൽ അടിച്ചുടയ്ക്കുന്ന കാഴ്ചയും അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞതൊക്കെ തന്നെ വലിയ വാർത്തയായതാണ്. ഇത്തരത്തിൽ വലിയ നാടകീയ കാഴ്ചകളും നാടകീയ നീക്കങ്ങളും തന്നെയായിരുന്നു ഈ വഖഫ് വിഷയത്തിൽ JPCക്ക് മുമ്പാകെ തന്നെ പ്രതിപക്ഷം നടത്തിയത്.
സ്വീകരിച്ചത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ വഖഫ് ബില്ല് പാസ്സാക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു നിലപാടാണ്, തീരുമാനമാണ്. അപ്പോൾ ഇത് പാസ്സാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഈ JPC കാലാവധി നീട്ടണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടെങ്കിലും അതിനോട് അനുകൂല നിലപാടല്ല സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ തന്നെ വഖഫ് ബില്ല് പാസ്സാക്കാനുള്ള നീക്കവുമായി സർക്കാർ വരും. തീർച്ചയായും അതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കും. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകളും പ്രക്ഷുബ്ധ കാഴ്ചകളും വഖഫ് വിഷയത്തിലും പാർലമെന്റിൽ കാണാം. ഇതോടൊപ്പം തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലെ ബില്ല്, അതും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മേളനത്തിൽ ഒരുപക്ഷെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാസ്സാക്കാനുള്ള നീക്കം സർക്കാർ നടത്തില്ല, പക്ഷേ അത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ പ്രതിപക്ഷവും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും JPCക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലും വിടണമെന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ സുപ്രധാനമായ ഒരുപാട് ബില്ലുകൾ ഈ സമ്മേളനത്തിൽ വരികയാണ്. പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ ഈ വിഷയങ്ങളിലൊക്കെ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണിപ്പൂരാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മണിപ്പൂരിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് സഭകളിലും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് വിഷയവും, ഈ അദാനി വിഷയവും മണിപ്പൂർ വിഷയവും രാഷ്ട്രീയമായി തന്നെ രണ്ട് സഭകളിലും ഉന്നയിക്കും. മറ്റ് വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ശക്തമായ നിലപാടുകളുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ സമ്മേളന കാലയളവ് എന്നത് ഡിസംബർ 20 വരെയാണ്. ഏത് ദിവസമായിരിക്കും സമ്മേളനം നടക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. വലിയ പ്രതിഷേധ കാഴ്ചകൾക്ക് ഇടയിൽ തന്നെയായിരിക്കും പാർലമെന്റിന്റെ ഇരു സഭകളും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക. പാർലമെന്റ് തടസ്സപ്പെടും, പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും വരിക.